ഹലോ ഗൈസ്, ഏവർക്കും തന്നെ ജോയ് വ്ളോഗ് എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു പുതിയൊരു മീനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ടിൻ ഫോയിൽ ഫിഷ് എന്ന് പറയുന്ന മീനാണ് നമ്മളിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു ടിൻ ഫോയിൽ ഫിഷിനെ നമ്മൾ വാങ്ങിച്ചിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ടാങ്കിൽ ഒരു 3 കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ അക്വേറിയം ഷോപ്പിൽ പോയി നമ്മളൊരു ടിൻ ഫോയിൽ ഫിഷിന് ഒരു 6 നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മൾ തെർമോക്കോൾ ബോക്സിലേക്കാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നമ്മളുടെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ തെർമോക്കോൾ ബോക്സും വാങ്ങിച്ചിട്ട് അത് ഓരോ സെക്ഷനായിട്ട് വെക്കണം. എന്നിട്ട് ഓരോ വെറൈറ്റി മീനും ഓരോ ടാങ്കിൽ. അതാണ് കേട്ടോ നമ്മുടെ ഐഡിയ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഹലോ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെൽ ഐക്കൺ നിൽക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല ഗൈസ്. നമുക്ക് വായിക്കുന്നത് നേരെ വീഡിയോയിലേക്ക്. നമ്മളിതാ ആ കാണുന്ന തെർമോക്കോൾ ബോക്സിലായിട്ടാണ് നമ്മൾ ടിൻ ഫോയിൽ ഫിഷിനെ വാങ്ങിച്ചിടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഞാൻ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ മൂടി വെച്ചിരിക്കുന്ന ആ തെർമോക്കോൾ ബോക്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ ടിൻ ഫോയിൽ ഫിഷ് കേട്ടോ. നമ്മളൊരു 6 കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അതല്ലേ 3 വൈറ്റും അതുപോലെ ഒരു 3 ബ്ലാക്കുമാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. വൈറ്റിന് ഏകദേശം 70 രൂപയും ബ്ലാക്കിന് 60 രൂപ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വെള്ളത്തിലേക്ക് വെക്കാം. അതുപോലെ നമ്മുടെ ആമസോൺ സോഡ് ഇല വളരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെടിയുണ്ട്, ഇതും വളരാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ടാങ്കിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ, കുറേ വെറൈറ്റി മീനുകളൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഉള്ള മീനെന്ന് പറയുമ്പോഴത്തേക്കും 2 വലിയ ഓസ്കാർ, ഒരു ചെറിയ ഓസ്കാർ, 3 ഷാർക്ക്, അതേപോലെ തന്നെ ടിൻ ഫോയിൽ ഫിഷ്, അതേപോലെ തന്നെ ഗോൾഡ് ഫിഷ്, കോയിക്കാർപ്പ്, ഏഞ്ചൽ, നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ്. അപ്പോൾ ഇത്ര ആയിട്ടാണ് കിടക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് 3 ടിൻ ഫോയിൽ ഫിഷിനെ നമുക്ക് പിടിക്കണം. അത് പിടിച്ചതിന് ശേഷം നമുക്ക് ആ തെർമോക്കോൾ ബോക്സിലേക്ക് ഇടുകയും ചെയ്യണം. ഇത് ഈ കാണുന്ന തെർമോക്കോൾ ബോക്സിൽ നമുക്ക് ഇടണം. അതുണ്ടല്ലേ, ഇപ്പോൾ നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ വെച്ചിരിക്കുക കേട്ടോ. ഇത് കണ്ടീഷനായിട്ടുള്ള വെള്ളം കേട്ടോ, ഒരാഴ്ചയോളം പിടിച്ചിട്ട വെള്ളമാണ്. അതേപോലെ നമ്മുടെ ഗ്ലാസ് ടാങ്കിലത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മളിതൊരു കടയിൽ നിന്ന് വാങ്ങിച്ച ചെടിയാട്ടോ, പുല്ലാണ്. അപ്പോൾ ഇത് നമ്മൾ മണ്ണിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കട്ടോ. ഇത് വളർന്നതിന് ശേഷം ഈ ഒരു ഗ്ലാസ് ടാങ്ക് നിറയും. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മളൊരു നിയോൺ ടെട്രാ ഫിഷിനാട്ടോ വാങ്ങുക. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്തും കുറച്ച് മീനുകൾ അടപ്പമുണ്ട്. നമ്മുടെ ഷാർക്കാട്ടോ, നമ്മുടെ ചെറിയ ഷാർക്കാണ് കിടക്കുന്നത്. ഒരു 5 വൈറ്റും 5 ബ്ലാക്കുമാണ് കേട്ടോ കിടക്കുന്നത്. നിങ്ങൾക്കത് കറക്റ്റായിട്ട് ക്ലിയർ ആകുന്നുണ്ടോയെന്ന് അറിയില്ല, ബ്ലാക്ക് ഷീറ്റ് ആയതുകൊണ്ടാണ്. 5 വൈറ്റും 5 ബ്ലാക്ക് ഷാർക്കും ആയിട്ടാണ് അതിനകത്ത് ഇളകുന്നത്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചിട്ടൊരു ഏകദേശം ഒരു 2 ആഴ്ചയോളമായി. നമ്മളത് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ മീനിപ്പോൾ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വൈറ്റ് ടിൻ ഫോയിൽ ഫിഷ്. പിന്നെ ഇത് ബ്ലാക്ക് ടിൻ ഫോയിൽ ഫിഷാണ്. ടിൻ ഫോയിൽ ഫിഷിൻ്റെ വലുതാട്ടോ ഇത്. ഇതിന് ഏകദേശം 200 രൂപ കേട്ടോ റേറ്റ് വലുതിന്. അപ്പോൾ ഞാൻ പതിയെ ഇറക്കി വിടാം. നമ്മളങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ടെമ്പറേച്ചർ സെറ്റായിട്ടുള്ള ടിൻ ഫോയിൽ ഫിഷിനെ നമുക്കിനി ഇറക്കി വിടാവേ. നമ്മൾ 2-3 ഇറക്കി വിട്ടിട്ടുണ്ട്. നമ്മൾ വലുത് കണ്ടില്ലേ, നമുക്ക് ബാക്കി ടിൻ ഫോയിൽ ഫിഷും കൂടെ ഇറക്കി വിടാവേ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ടിൻ ഫോയിൽ ഫിഷ്. നമുക്ക് ഇതിനങ്ങോട്ട് ഇറക്കി വിടാവേ. നമ്മൾ RR എന്ന് പറയുന്ന അക്വേറിയം ഷോപ്പിൽ നിന്നാട്ടോ വാങ്ങിച്ചത്. നമ്മുടെ ആലപ്പുഴ മാളിമുക്കുള്ള അക്വേറിയം ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ സ്ഥിരം പോയി മീനെ വാങ്ങിക്കുന്നത്. ഓക്കെ, ഇതോടെ മാറ്റി വെക്കാം. കവർ അവിടെ മാറ്റി വെച്ചിട്ട് എനിക്ക് മീനെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ബ്ലാക്ക് ഷീറ്റ് ആയതുകൊണ്ടാണ്. വൈറ്റിനെ നന്നായിട്ട് കാണാൻ പറ്റും, പക്ഷെ ബ്ലാക്കിനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അവന്മാരൊക്കെ നല്ല ആക്ടിവേറ്റ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്.
നമ്മൾ അടുത്ത മീൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ, നമ്മളത് വാങ്ങുന്നതായിരിക്കും. നമ്മളിപ്പോഴത്തെ മീനുകളെ കണ്ടില്ലേ, റെറ്റയിൽ എല്ലാം ഇവിടെ ഓടിച്ചാടി നടക്കുക കേട്ടോ. അപ്പോൾ ഇമാരുടെ വെള്ളമൊക്കെ മാറാൻ സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസത്തോളമായി നമ്മളതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട്. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടാണ് ഗൈസ്. അപ്പം നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളുടെ ചാനൽ, നമ്മുടെ ചാനലിൽ ഫുൾ സപ്പോർട്ട് നിങ്ങളിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അതുപോലെ കമൻറ്റ് ഇടാത്തവർ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ല